ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു പുതിയ റെസിപ്പിയാണ് കേട്ടോ. കുഞ്ഞു മക്കൾക്കും പ്രായമായവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു സവോള എടുത്തിട്ടുണ്ട്. സവോള അല്ലെങ്കിൽ ചെറിയുള്ളിയാണേ, അതൊരു പിടി എടുക്കാം കേട്ടോ. ചെറിയുള്ളിയാണ് ഇച്ചിരി ടേസ്റ്റ്, അതുള്ളവർ അതെടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ സവോളയാണുള്ളത്, അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തരാവേ. കുഞ്ഞു മക്കൾക്ക് കാലുകഴപ്പൊക്കെ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ റെസിപ്പി നല്ലതാണ് കേട്ടോ. അവർക്ക് കാലിൻ്റെ വേദന, കാൽസ്യത്തിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് ഈ ഫിഷ് ഫ്രൈ നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്, ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി, ഒരു സവോള. ഇവയെല്ലാം നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. ഒരു പിടി കറിവേപ്പിലയൊക്കെ സമൃദ്ധമായിട്ട് ഇട്ടോ കേട്ടോ, നല്ലതാണേ. മുടി വളരാനും ഒക്കെ നല്ലതാണ് കേട്ടോ കറിവേപ്പില. ഒരു മുറി തേങ്ങയും ചിരകി എടുത്തിട്ടുണ്ട്, ഒരു സ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. നമുക്ക് സവോള ഒന്ന് ചെറുതായി നുറുക്കിയിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് തണുത്ത് കഴിഞ്ഞാൽ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. കട്ടൻ ചായയുടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. 4 മണി പലഹാരത്തിനൊക്കെ, 4 മണിക്ക് ചായ കുടിക്കുവരെ എന്നേപ്പോൾ കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് കറിവേപ്പില, അത് നമുക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 6-7 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പുകല്ല് ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പുകല്ലാണ് ഇട്ട് കൊടുക്കുന്നത്, കൂടിപ്പോകല്ലേ. ആവശ്യാനുസരണം മാത്രം ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കൂടിപ്പോയാൽ ഭയങ്കര ഉപ്പായിരിക്കും. ഇതെല്ലാം നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഒരു മുറി തേങ്ങ ചിരകി വെച്ചത് അതും ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. നത്തോലി, ചൂട, എന്തൊക്കെയാണ് ഇതിൻ്റെ പേര് പറയുന്നത്, കുറേ പേരുണ്ടെന്ന് തോന്നല്ലേ ഇതിന്. ഈ മീൻ വെച്ചാണ് ഞാൻ റെസിപ്പി തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതിയേ. ഞാനിത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ ഞാൻ രണ്ടായിട്ട് ചെയ്തെടുക്കുക ഇത് കേട്ടോ. ആദ്യം ക്രഷ് ചെയ്തത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ മീനിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ക്രഷ് ചെയ്യുകയല്ല, നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മീൻ. ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമുക്ക് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. മീനും എല്ലാം ഞാൻ
ക്രഷ് ചെയ്തല്ല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുത്തേക്കുന്നത്. ഇത് പച്ചയ്ക്ക് അരയ്ക്കുന്നത് കൊണ്ടേ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ സ്മെല്ല് വരുവേ. ഇച്ചിരി ചൂട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് വെറുതെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും പൾസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ബ്ലേഡിൻ്റെ അടിയിലിരിക്കുന്നതൊക്കെ ഇങ്ങ് പോരും കേട്ടോ, നല്ല ക്ലീനായി കിട്ടും. പിന്നെ ഒന്ന് സോപ്പിട്ട് കഴുകി വെച്ചാൽ മതിയേ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ട്ലറ്റൊക്കെ ആക്കൂലേ, അതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് പരത്തി എടുക്കാം കേട്ടോ. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ വീട്ടിൽ ആട്ടിച്ചെടുത്ത വെളിച്ചെണ്ണയാണേ. ഈ മീൻ വറുത്തെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് എണ്ണ വേണം. ഇങ്ങനെ ആക്കുവാണെങ്കിൽ കുറച്ചെണ്ണ മതി കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയാണ്. ഇങ്ങനെ പരത്തി എടുക്കുക കേട്ടോ. പൊടിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. നമ്മൾ കട്ട്ലറ്റൊക്കെ പരത്തുകയില്ലേ, അതുപോലെ പരത്തിയെടുക്കാവേ. നമ്മളിത് വറുത്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ മുള്ള് എല്ലാവരും എന്ത് വിഷമിച്ചാണെന്നറിയാമോ മാറ്റി വെക്കുന്നത്. ചിലരങ്ങ് കഴിക്കും കേട്ടോ, കടിച്ച് അങ്ങ് കഴിക്കാൻ പറ്റും. ഇങ്ങനെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ മീൻ വെച്ച് എന്തെല്ലാം റെസിപ്പി തയ്യാറാക്കും എന്ന് പറഞ്ഞു തരണേ, കമൻറ്റ് ചെയ്യണേ. നമ്മൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തില്ല, പകുതി പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് പരത്തിയത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വശം നന്നായിട്ട് ചുവപ്പായതിന് ശേഷമേ മറിച്ചിടാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവേ. ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഇതായി കഴിയുമ്പം നല്ല സോസിൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചോറിൻ്റെ കൂടെയും കഴിക്കാം, കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാവേ. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങൾ പറയണേ. താങ്ക് യു.